കുഞ്ഞിന്റെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചതിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോഴിക്കോട് പൊക്കുന്ന് സ്വദേശി നിസാറിന്റെ 8 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയാരോപിച്ച് നിസാർ നൽകിയ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. നിസാറിന്റെ മൂത്ത കുഞ്ഞ് 2 വർഷം മുൻപ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു. കോഴിക്കോട് നിന്ന് ഷിത ജഗത് വിവരങ്ങൾ നൽകും. ഷിത, മരണകാരണമായി എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യ, പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് നിസാർ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ വായയിൽ അടപ്പ് കുടുങ്ങുക, 8 മാസം പ്രായമുള്ള കുഞ്ഞാണ്, അത് അങ്ങനെ സ്വയം കുടുങ്ങുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു നിസാർ ഉയർത്തിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ചുകൊണ്ട് നിസാർ ടൗൺ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ അടപ്പ് കുടുങ്ങിയതിൽ അസ്വാഭാവികതയില്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തൽ. ബലമായി ആരെങ്കിലും വായയിലേക്ക് ഈ അടപ്പിടുകയാണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ പറ്റുമെന്നുള്ള കാര്യം കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ സ്വാഭാവികതയില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് പോസ്റ്റ്മോർട്ടത്തിലുള്ളത്. പോലീസും ആ കാര്യം തന്നെയാണ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. നിസാർ പറയുന്നത് നിസാറിന്റെ മൂത്ത കുഞ്ഞ് ഇതുപോലെ 14 ദിവസം പ്രായമുള്ളപ്പോൾ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു. അന്ന് നിസാർ ഇതുപോലെ ഒരു സംശയം പ്രകടിപ്പിച്ചു, കുഞ്ഞിന്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് മുലപ്പാൽ കുടുങ്ങിയാണെന്നുള്ള മരണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുകയും ചെയ്തിരിക്കുന്നു. നിസാറും ഭാര്യ വീട്ടിലാണ് ഇപ്പോൾ നിസാറിന്റെ ഭാര്യ ഉള്ളത്. അവിടെ വെച്ചാണ് ഈ കുഞ്ഞിന്റെ 2 മരണവും സംഭവിക്കുകയും ചെയ്യുന്നത്. ഭാര്യയെ തന്റെ ഒപ്പം പറഞ്ഞു വിടുന്നില്ല എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ കൂടെ നിസാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു സംശയം ഉന്നയിച്ചുകൊണ്ട് നിസാർ പരാതി നൽകിയിരുന്നത്. അതിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്യുന്നത്.